ചെയ്ത് എന്ന് പറയുന്ന സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്ത് മക്കയിലേക്ക് വന്ന് കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് അവിടെയുള്ള മുഴുവൻ അവിശ്വാസികളെയും വിശ്വാസികളെയും നോക്കി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു കാലഘട്ടം മുഴുവനും പ്രതീക്ഷിച്ച ഇസ്ലാമിന്റെ നയപ്രഖ്യാപനം നടത്തുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മതത്തിന്റെ ധീരമായ പ്രഖ്യാപനം നടത്താൻ പോവുക. എന്താണ് ആ പ്രഖ്യാപനം? ആ പ്രഖ്യാപനം നടത്തുന്നത് ആരാണ്? ആരുടെ മുന്നിൽ വെച്ചാണ്? ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സുന്ദരനും സുമുഖനും അധിപതിയും ഭരണാധികാരിയും ധീരനായ വിപ്ലവകാരിയുമായ ലോകത്തെ ഏറ്റവും വലിയ തറവാടിയായ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ആ ഇസ്ലാമിന്റെ നയപ്രഖ്യാപനം നടത്താൻ, തൗഹീദിന്റെ കലിമത്തൊന്ന് ഉറക്കെ വിളിച്ചു പറയുവാന്, അല്ലാഹു അക്ബർ എന്ന ബാങ്കുലി എന്ന് ഉറക്കെ വിളിച്ചു പറയുവാന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനമെന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ ആരെയാണ് അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് തന്റെ മുന്നിലുള്ള വിശാലമായ സദസ്സിലേക്ക് നോക്കുമ്പോ ധീരനായ ഉമർ തങ്ങൾ മുന്നിലുണ്ട്. അവിടെ എന്റെ സഹചാരിയായ മഹാനായ സമ്പൽ സമൃദ്ധി കൊണ്ട് ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടുവന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. തന്റെ പൊന്നോമന പുത്രിയായ മകളുടെ ഫാത്തിമ ബീവിയുടെ ഭർത്താവാകുന്ന തന്റെ മരുമകനായ ധീരനായ ഇസ്ലാമിന്റെ ഈറ്റപ്പുലിയാകുന്ന അലി റളിയല്ലാഹു അൻഹു തങ്ങളപ്പുറത്തുണ്ട്. സുമുഖനായ സുന്ദരനായ മഹാനായ സൽമാനുൽ ഫാരിസിയുണ്ട്. തന്റെ പൊന്നോമന പുത്രിയുണ്ട്. ഇവരൊക്കെയുള്ള ഈ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് നോക്കുമ്പോ അവശത അനുഭവിക്കുന്ന സമൂഹത്തിന് വേണ്ടി ഇത്രയും കാലം പോരാടിയ ബിലാലിനെ പോലത്തെ പാവപ്പെട്ട കറുത്ത വർഗക്കാരന്റെ ഉന്നമനത്തിന് വേണ്ടി ധീരമായി പോരാടിയ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ ഉറക്കെ വിളിക്കുന്നു, യാ ബിലാൽ, യാ ബിലാൽ, യാ ബിലാൽ. ബിലാൽ തങ്ങളെ വിളിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറ്റുകയാണ്. കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് മഹാനായ അല്ലാഹുവിന്റെ ഹബീബിന്റെ അധ്യക്ഷതയിൽ, അതാണ് നാം ചിന്തിക്കേണ്ടത്, ലോകത്തെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പ്രതീക്ഷിച്ച നയപ്രഖ്യാപനം, അത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരനും സുമുഖനുമായ മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് പതിനായിരക്കണക്കിന് സ്വഹാബിവര്യന്മാരായ സമ്പന്നരും പാമരന്മാരും സുമുഖന്മാരും ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെയുള്ള സദസ്സിൽ വെച്ച് ലോകത്തെ ഏറ്റവും വലിയ പരിശുദ്ധ ഭവനത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആരാണ് പ്രഖ്യാപനം നടത്തുന്നത്? ഒരു കാലഘട്ടത്തിൽ മണ്ണിന്റെ അടിമയായി കഴിഞ്ഞിരുന്ന ആ മക്കത്തെ മരുഭൂമിയിലൂടെ പാറക്കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു ഉമയ്യത്തിന്റെ ധിക്കാരികളുടെ പീഡനമേറ്റുവാങ്ങിയ അധസ്ഥിതനായ ഇസ്ലാമിന്റെ കറുത്ത മുത്തായ മഹാനായ സയ്യിദുനാ ബിലാൽ. ബിലാൽ തങ്ങളാണ് ആ പ്രഖ്യാപനം നടത്തുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അവിടുന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഖുറൈശികളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ല, നിങ്ങളെന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളെന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അവരൊച്ചത്തിൽ പറയുന്നു, ഖൈർ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അഖുൻ കരീമുൻ വ ഇബ്നു അഖിൻ കരീം. നിങ്ങള് ആദരണീയനായ സഹോദരനാണ്, ആദരണീയനായ സഹോദരന്റെ മകനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഖൈറ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, അബൂജഹലിന്റെ മകൻ ഇക്രിമയുണ്ട്. അവിടെ ധിക്കാരികളായ ഇസ്ലാമിനെതിരെ ഒരു കാലഘട്ടം മുഴുവനും പ്രവർത്തിച്ച, ഇസ്ലാമിലെ ധാരാളം പോരാളികളെ ക്രൂരമായി കൊന്ന, ആ മലമുകളിൽ ഈ ആളുകളെ മുഴുവനും പട്ടിണിക്കിട്ടാൻ വേണ്ടി സഹായിച്ച ആളുകളോട് മുഴുവനും പറയുന്നു, അന്തും തുലഖാ, മോചിതരാണ് നിങ്ങൾ, മോചിതരാണ്. ആർക്കും പ്രശ്നമില്ല, എല്ലാവരും അവരവരുടെ അഭയകേന്ദ്രങ്ങളിലേക്ക് തിരിച്ചു പോകുക. എന്തൊരു വിട്ടുവീഴ്ചയുടെ ചരിത്രത്തിൽ ആർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത നിസാര പ്രശ്നങ്ങളുടെ പേരിൽ ലോകത്ത് യുദ്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്ന, നിസാര പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബത്തിൽ കലഹമുണ്ടാക്കാൻ ശ്രമിക്കുന്ന, നിസാര പ്രശ്നങ്ങളുടെ പേരിൽ ഭാര്യയോട് തെറ്റി നിൽക്കാൻ ശ്രമിക്കുന്ന, നിസാര പ്രശ്നങ്ങളുടെ പേരിൽ മക്കളോടും ജനങ്ങളോടും സമൂഹത്തോടും അയൽവാസികളോടും കുടുംബങ്ങളോടും സുഹൃത്തിനോടും ഒക്കെ കോപിക്കുവാനും കയർക്കുവാനും അതുപോലെ ബന്ധം വിച്ഛേദിക്കുവാനും ഒക്കെ തീരുമാനിക്കുന്ന ആളുകളൊന്ന് റഹ്മത്തുൽ ആലമീനായ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, ആ ഹബീബിന്റെ വിട്ടുവീഴ്ച മനസ്ഥിതി,
ഹബീബായ നബി തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരി ശബ്ദം കേൾക്കുന്നവരുണ്ട്, സഹോദരിമാരി ശബ്ദം കേൾക്കുന്നവരുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ സ്വപ്നം കാണുന്ന ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണല്ലോ, ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയേ, തങ്ങൾക്ക് മറ്റു പ്രവാചകന്മാർക്കൊന്നും നൽകാത്ത വലിയൊരു മഹത്വം നൽകിയിട്ടുണ്ട്. അതെന്താണ്? ഹൗദുൽ കൗസർ എന്ന് പറയുന്ന മഹത്തായ, ജനങ്ങൾക്ക് മുഴുവനും കോടാനക്കോടി വിശ്വാസികൾക്ക് ആ സ്വർഗലോകത്ത് കുടിച്ചാൽ ദാഹം വരാത്ത, ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കാത്ത ഹൗദുൽ കൗസർ എന്ന പദവി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ ഹൗദുൽ കൗസറിൽ നിന്ന് ആ തൃക്കരം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു അതിനീ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകട്ടെ. വിട്ടുവീഴ്ച ചെയ്യാത്തവനിക്ക് ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, وَإِذَا أَتَى إِلَيْكُمْ أَخُوكُمْ مُعْتَذِرًا مُتَنَفِّلًا. നിങ്ങളോട് വീഴ്ച സംഭവിച്ച ഒരാൾ നിങ്ങളുടെ മുന്നിലേക്ക് കാരണം ബോധിപ്പിച്ച് വീഴ്ച ബോധ്യപ്പെടുത്തി നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ ഫല്യഖുബൽ മഅദിറതുഹു, അവന്റെ ആ അന്യായം നിങ്ങൾ സ്വീകരിക്കണം. ഇല്ലാലം യരിദ്, അങ്ങനെയല്ലെങ്കിൽ അലൽ ഹൗദ്, ആ ഹൗദുൽ കൗസറിന്റെ പരിസരത്ത് വരാൻ സാധ്യമല്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പുതിയ സമൂഹത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഏതേത് പ്രശ്നങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അടിസ്ഥാനപരമായ കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച വിട്ടുവീഴ്ചയും സ്നേഹമനസ്ഥിതിയും ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. നാഥ, റഹീമു റഹ്മാനുമായ റബ്ബേ, രാജസയ്യിദായ തമ്പുരാനെ, പാപികളായ ഞങ്ങൾ സംഘടിപ്പിച്ച ഈ മജ്‌ലിസിനെ നീ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യണേ റഹ്മാനെ. നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കുവാൻ, ബന്ധം വർദ്ധിപ്പിക്കുവാൻ ഈ മജ്‌ലിസിനെ നീ നിമിത്തമാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ, ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഈമാനിനെ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. വഅദ് കേട്ടിട്ട്, ഉപദേശം കേട്ടിട്ടും ജീവിതത്തിൽ തെറ്റിലേക്ക് വഴിതെറ്റി പോകുന്നു അല്ലാഹ്. ഈമാനിന്റെ ബലഹീനത കൊണ്ടാണ് റഹ്മാനെ. നിന്നോടുള്ള ഖൗഫും ഭയവും ഭക്തിയും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഏത് സാഹചര്യത്തിലും പിശാചിന്റെ ഷർറിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. സമൂഹ നവോത്ഥാന വീതിയിൽ ധർമ്മ ചൈതന്യങ്ങളുടെ സാക്ഷ്യമാണ് മഅദിൻ സഖാഫത്തുൽ ഇസ്ലാമിയ. മഅദിൻ എന്നാൽ പ്രഭവ കേന്ദ്രം എന്നർത്ഥം. നന്മകളുടെയും കാരുണ്യത്തിന്റെയും സഹാനുഭൂതിയുടെയും പ്രഭവസ്ഥാനം. കണ്ണീരും കഷ്ടപ്പാടുകളും മാത്രം സ്വന്തമായുള്ളവർ ഈ തണലിലൂടെ അതിജീവനത്തിന്റെ പുതിയ വഴിത്താരകളിലേക്ക് നടന്നെടുക്കുന്നു. ആശയറ്റ ജീവിതങ്ങൾക്ക് മഅദിൻ പ്രത്യാശയുടെ പ്രകാശഘട്ടമാണ്. പ്രതീക്ഷകൾ നിറഞ്ഞ പുതിയ പ്രഭാതങ്ങളിലേക്കാണവർ ഉണർന്നെഴുന്നേൽക്കുന്നത്. അനാഥരും നിരാശ്രയരുമായ കുരുന്നുകളെ ഈ ക്യാമ്പസ് അനാഥരാക്കുന്നു. ജനമനസ്സുകളിൽ മഅദിൻ ചെലുത്തിയ സ്വാധീനം വിളിച്ചറിയിക്കുന്നതാണ് മഅദിൻ ക്യാമ്പസിലേക്ക് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ. ഈ ജൈത്രയാത്രയുടെ ഭാഗമാകാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. മഅദിൻ ക്യാമ്പസിലെ കാരുണ്യ സ്ഥാപനങ്ങളിലെ ഒരു വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് ദത്തെടുക്കുന്നതിന് 13,142 രൂപയാണ് വേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പബ്ലിക് റിലേഷൻസ് ഡിവിഷൻ, സൊലാത്ത് നഗർ, മലപ്പുറം. ഫോൺ 0483-273-8343, 273-7076. ഫാക്സ് 0483-273-1145. വെബ്സൈറ്റ് www